സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ചു. പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു നൽകും. അടുത്ത ശമ്പളത്തിനും പെൻഷനുമൊപ്പം ആനുകൂല്യം ലഭിക്കുമെന്ന് ധനവകുപ്പ്. വിവരങ്ങളുമായി അർജുൻ രാജാണ് ചേരുന്നത്. അർജുൻ രാജ്, എന്തായാലും ഈ ഒരു ഓണമൊക്കെ വരുന്ന സമയത്ത് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? സ്വാതി, വലിയ സാമ്പത്തിക പ്രതിസന്ധി തുടരുന്ന ഘട്ടത്തിലാണെങ്കിലും സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ആളുകൾക്കും ആശ്വാസം നൽകുന്ന തീരുമാനമാണ് ധനവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കുമുള്ള ഒരു ഗഡു ക്ഷാമബത്ത അനുവദിക്കാനാണ് ധനവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും അതും ഒരു ഗഡു അനുവദിക്കാൻ ഇപ്പോൾ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. UGC, AICTE, മെഡിക്കൽ സർവീസ് ഉൾപ്പെടെയുള്ള ജീവനക്കാർക്കും പെൻഷൻകാർക്കുമുള്ള തുകയും അതും അനുവദിക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. അടുത്ത മാസം സെപ്റ്റംബർ 1 മുതൽ നൽകുന്ന ശമ്പളത്തോടൊപ്പം ഈ ആനുകൂല്യം ജീവനക്കാർക്കും പെൻഷൻകാർക്കും ലഭിച്ചു തുടങ്ങുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനെ തുക വകയിരുത്തിയത് വഴി 2000 കോടി രൂപയുടെ അധിക വർധനവ് ധനവകുപ്പിന് ഉണ്ടാകുന്നുണ്ട് എന്നുകൂടി ധനവകുപ്പ് അറിയിക്കുന്നുണ്ട്. അതേ ഘട്ടത്തിൽ തന്നെ നേരത്തെ സ്വാതി പറഞ്ഞതുപോലെ തന്നെ ഓണക്കാലമാണ്, അതുകൊണ്ട് കൂടുതൽ ആളുകൾ ജീവനക്കാർക്കൊക്കെ കൂടുതൽ ചെലവുള്ള ഘട്ടമാണ്. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തരത്തിലുള്ള ആനുകൂല്യം, അത് കുറേ കുടിശ്ശിക ബാക്കിയുണ്ട്, 6ഓളം കുടിശ്ശിക ബാക്കിയുണ്ട്, അതിലൊരു ഗഡു നൽകാനാണിപ്പോൾ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. 15% DA കുടിശ്ശിക ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും ഉള്ളത്. അതിൽ ഒരു ഗഡു എന്ന് പറയുമ്പോൾ അടുത്ത ശമ്പളത്തിനൊപ്പം അവർക്ക് ലഭിക്കുമ്പോൾ കുറച്ച് ആശ്വാസകരമാകുന്ന ഒരു തീരുമാനം ധനവകുപ്പ് സ്വീകരിച്ചിരിക്കുകയാണ്. 2021 കാലഘട്ടം തൊട്ടാണ് ഈ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ, പുതുക്കിയ ആനുകൂല്യങ്ങൾ നൽകാൻ ധനവകുപ്പ് തീരുമാനിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഓണക്കാലത്ത് 2 ഗഡു നൽകിയിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ ഓണക്കാലം കൂടി കണ്ട് ഒരു ഗഡു ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകാൻ ധനവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. ശരി അർജുൻ.